അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും നന്മ ചെയ്യണമെന്നും നന്മയിൽ സഞ്ചരിക്കണമെന്നും എന്നെന്നും നന്മയുടെ ആളുകളാവണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധയില്ലായ്കയും ചില അശ്രദ്ധകളെ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒട്ടനവധി നന്മകൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒളു എടുക്കുന്നവരാണ്, നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണ്. ചുരുങ്ങിയതൊരു 5 തവണയെങ്കിലും ഒളു എടുക്കാത്തവരില്ല. എന്നാൽ ചില ആളുകൾ കൃത്യമായി ഒളു നഷ്ടപ്പെടാതെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അതിലുപരി തവണയും ഒളു എടുക്കുന്ന ആളുകളുണ്ട്. ഒളു എടുക്കുന്ന സമയത്തുള്ള അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച തിരുവചനങ്ങൾ, ഹദീസുകൾ നമ്മുടെ മനസ്സിൽ അതിന്റെ മഹത്വത്തെ പറ്റി, ഫളായിലുകളെ പറ്റി പറഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കുറേ നന്മകൾ ആ ഒളുവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒളുവിന്റെ അവയവങ്ങൾ കഴുകുന്നതോടുകൂടി പാപങ്ങൾ പുറത്തു കിട്ടും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു റസൂലുള്ള സഹാബത്തിനോട് ചോദിക്കാണ്, പദവി പരലോകത്ത് ഉയരാൻ കാരണമായി തീരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ പുറത്തു കിട്ടാൻ വഴിയൊരുങ്ങുന്ന ചില കാര്യങ്ങൾ അറിയിച്ചു തരട്ടെയോ? സഹാബത്ത് വലിയ ആഗ്രഹത്തോടെയാണ്, ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നതാണ് പരലോകത്ത് സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കണമെന്നും ജീവിതത്തിൽ വന്ന പാപങ്ങൾ കഴുകി വൃത്തിയാക്കാൻ അവസരം ലഭിക്കണമെന്നും അതിനുള്ളൊരു അവസരമായി റസൂലുള്ളാഹി പറയാണ്. 3 കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, പള്ളിയിലേക്കുള്ള കാൽപാദങ്ങൾ വർദ്ധിപ്പിക്കുക, എല്ലാ വക്തിനും പള്ളിയിൽ ജമാഅത്തിനെത്തുക. 2, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു ഇസ്ബാഹുൽ ഉളുവാണ്, ഉളു പൂർത്തീകരിച്ച് നിർവഹിക്കുക. അപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്, വെള്ളം തൊടാൻ അല്പം പ്രയാസം ഒക്കെ ഉണ്ടെങ്കിലും ഉളു അതിൻ്റെ പൂർണ്ണതയിൽ എല്ലാതും കൃത്യതയിൽ നിർവഹിക്കുക എന്നാണ് റസൂലുള്ളാഹി സൂചിപ്പിച്ചത്. 3-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് ഒരു നിസ്കാര ശേഷം മറ്റു നിസ്കാരത്തെ കാത്തിരിക്കുക എന്നതാണ്. ഇപ്പോൾ മഗ്‌രിബ് സ്വലക്ക് പള്ളിയിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം അനുകൂലമാണെങ്കിൽ അവൻ ഇശവരേക്കും അവിടെ കഴിച്ചു കൂട്ടിയാൽ അവൻ നമസ്കാരത്തിലാണെന്ന് മറ്റൊരിക്കൽ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചെറിയ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഒളു എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ എത്ര ആളുകൾ ഇന്നത്തെ നിസ്കാരത്തിൽ ഒളു എടുത്തപ്പോൾ ചെല്ലിയെന്ന് ആലോചിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തത്വഹിരീൻ. ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലിയാൽ പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിന് 8 വാതിലുണ്ട്, ഏത് വാതിലിലൂടെയും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശം നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അശ്രദ്ധ കൊണ്ട് പിശാച് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെടുത്താൻ ഇടപെടും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ ഓരോന്നോരോന്നും കരുതലോടെ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളെല്ലാ ആളുകളും സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ എല്ലാ വക്തും പോകേണ്ടവരാണ്. സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ജമാഅത്തിന്റെ കൂലി ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 പ്രതിഫലമുണ്ട്. പിന്നെ സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവൻ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം ലഭിക്കുമെന്ന ഈ നിയ്യത്ത് കൂടിയായ യാത്രയിൽ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ഹജ്ജ് ഉംറ ഏതൊരു മനുഷ്യന്റെ ആഗ്രഹമാണ്. പല ആളുകൾക്കും മരണം വരും വരേക്കും ഇതിന് അവസരം ലഭിക്കാറില്ല. സാമ്പത്തിക അവസ്ഥകളായിരിക്കാം പല ആളുകൾക്കും യാത്രക്ക് തടസ്സമായിത്തീരും. എന്നാൽ റസൂലുള്ളാഹി നമുക്ക് നൽകിയൊരു ഓഫർ നോക്ക്. ഒരാൾ സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയി, സ്വല കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ ശേഷം പള്ളിയിൽ കഴിച്ചുകൂട്ടും, ദിക്റും ദുആയും പ്രാർത്ഥനകളുമായി കഴിച്ചുകൂട്ടി, എന്നിട്ട് 2 റക്അത്ത് എന്നിട്ട് അവിടെ കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ കാന ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമത്തിൻ താമ, പൂർണ്ണാർത്ഥത്തിൽ ഹജ്ജ് ഉംറയും നിർവഹിച്ച പ്രതിഫലം പ്രിയപ്പെട്ടവരെ ആ അടിയൻ ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ പ്രിയപ്പെട്ടവർ സംസാരിക്കുന്നത്? എത്ര വലിയ പ്രതിഫലമാണ് ഒരു ചെറിയ ശ്രദ്ധകൾ കൊണ്ട് ഒരു അടിയൻ ലഭിക്കുന്നത്. സാഹചര്യവും സന്ദർഭവും അനുവദിക്കുന്നവരൊക്കെയും ഇത്തരം നന്മകൾ വാരിക്കൂട്ടാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഇപ്പം എല്ലാവരും നമസ്കരിക്കുന്നവർ, 5 നേരം നമസ്കരിക്കുന്നവർ, ഒരു നിസ്കാരം കഴിഞ്ഞ് ഫർള് സ്വല കഴിഞ്ഞ് ഒരു ആയത്തുൽ കുർസി എല്ലാ ഫർള് സ്വലയുടെ ശേഷവും ഒരാൾ ചൊല്ലിയാൽ അവന് സ്വർഗം ലഭിക്കാൻ എന്തേ തടസ്സമുള്ളൂ? മരണം മാത്രമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ. നമ്മളതൊക്കെ അറിയുന്നവർ, ആയത്തെ കുറിച്ച് അറിയാത്തവരാരുമില്ല. പക്ഷേ പലപ്പോഴും ഇന്നത്തെ നമസ്കാര ശേഷം നമുക്ക് ചെല്ലാൻ പറ്റിയെന്ന് ആലോചിക്കും. വളരെ ശ്രദ്ധയോടെ പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ കാണുക, നന്മകൾ വാരിക്കൂട്ടുക. നമ്മളായിട്ട് തന്നെ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ പരലോകം നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അശ്രദ്ധകൾ നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ
നമ്മുടെ നന്മകൾ നഷ്ടപ്പെടാൻ കാരണമായി തീരരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വാരിക്കൊട്ടാൻ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗ്ഗേന സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.